നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടാണ്. എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നും അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എങ്ങനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യണേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവിനെ നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, അതായത് നമ്മൾ എന്താണ് ഈ ഒരു ജനറേറ്റീവ് എഐനെ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അത് എന്തോ ആവാം. അതായത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് തൊട്ടിട്ട് നിങ്ങളൊരു ബ്ലോഗ് റൈറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാവാം. എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ അതിനെ നോട്ട് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡലിന്റെ കേപ്പബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് മോഡൽ കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡൽസിന് എന്താണ് പറ്റുന്നത്, അതായത് എന്തെല്ലാം ആ ഒരു മോഡൽസിന് കേപ്പബിൾ ആണെന്നുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾക്കറിയാം chatgpt എന്ന് പറയുന്ന സംഭവം 2021 വരെയുള്ള ഡേറ്റയാണ് അതിൽ കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസ് ഇല്ല, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഗൂഗിൾ ബ്രാഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ഇന്റർനെറ്റ് ഉള്ളൊരു ഡേറ്റ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ അതിന് തീരുമാനിക്കും. അതായത് ഇപ്പോൾ chatgpt വേണോ അതോ ബ്രാഡ് വേണോ. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ DALL-E 2 വേണോ അതോ നമ്മൾ മിഡ് ജേണി ആണോ പോകുന്നത്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കേപ്പബിലിറ്റീസ് അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാമാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ഇനീഷ്യൽ പ്രോംപ്റ്റ്സ്. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അതായത് നമ്മൾ അതിന് വേണ്ടി നമ്മുടെ chatgpt-ലോ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രാഡിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ പറയുകയാണ് റൈറ്റ് എ ബ്ലോഗ് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനീഷ്യൽ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. ഇനി നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് ആൻഡ് ഐറ്ററേറ്റ്. അതായത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യാൻ ഒരു മോഡലിനോട് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമല്ലോ. ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുക. അതായത് നമുക്ക് കിട്ടിയൊരു ബ്ലോഗ് റൈറ്റ് ചെയ്യാൻ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊരു ബ്ലോഗ് റൈറ്റ് ചെയ്യാൻ ജനറലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ ട്രെൻഡ്സിനെ കുറിച്ചാണ് അറിയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ മോഡലിനെ ആ രീതിയിലേക്ക് നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ചും കൂടി അതിലൊരു ഇമ്പ്രൂവ്മെന്റ്സ് നമ്മൾ വരുത്തുന്നു. അതാണ് നാലാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ഒരു കാര്യമാണ് നമ്മൾ കൺസിഡർ കോൺടെക്സ്റ്റ് ആൻഡ് സിസ്റ്റം മെസ്സേജസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയാം. അതായത് നമ്മളിപ്പോൾ ഈ റൈറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോളേജ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സിന് വേണ്ടിയിട്ടാണ്, എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഇത് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കിഡ്സിന് വേണ്ടിയിട്ടാണ്, ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ആ ഒരു മോഡലിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് കോൺടെക്സ്റ്റ് ആൻഡ് സിസ്റ്റം മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് കറക്റ്റായിട്ട് കൊടുക്കുന്ന ഒരു മോഡലിന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് വേണ്ട ഒരു പ്രോംപ്റ്റ് എങ്ങനെയായിരിക്കണം. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കൂൾ കുട്ടിക്ക് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്കൂൾ കുട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ആക്ട് ലൈക്ക് കൺസിഡർ യു ആർ ക്രിയേറ്റിംഗ് എ ബ്ലോഗ് ഫോർ സ്കൂൾ സ്റ്റുഡൻറ്, ഒരു ഗ്രേഡ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺടെക്സ്റ്റ് ആൻഡ് സിസ്റ്റം മെസ്സേജസ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സംഭവം നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട്സ് നമ്മൾ എടുത്തിട്ട് അതിൽ റിഫൈൻ ചെയ്യുക. അതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ അതിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ പറയാം. അതിനുശേഷം നമുക്ക് അത് വെച്ചിട്ട് അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഈ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നോർമലി റൈറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് വെബ്സൈറ്റ്സ്, അതായത് prompthero.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ചിലപ്പോൾ ചാറ്റ് ജി പി ടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട ഓരോരോ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഐഡിയ ജനറേറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് ഇംപ്രൂവർ, ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ് ഐ വാണ്ട് ടു ആക്ട് യു ആസ് എ ഇത് കണ്ടോ, ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് അവിടെ ഞാൻ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അത് ആ ഒരു രീതിയിൽ എനിക്ക് അതിൻ്റെ ഒരു ഇത് വരും. ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ വീക്കെൻഡ്? ഇറ്റ് വാസ് amazing. I went with my friends. കണ്ടോ, അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത് എന്താണ് പ്രോംപ്റ്റ് ഒരു പ്രോംപ്റ്റാണ് അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോംപ്റ്റാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അത് നമ്മൾ കൊടുത്ത രീതി അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ എഡ്യൂക്കേഷൻ കണ്ടന്റ് ക്രിയേറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽ കണ്ടോ. ഐ വാണ്ട് ടു ആക്ട് യു ആസ് എൻ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ക്രിയേറ്റർ. യു വിൽ നീഡ് ടു ക്രിയേറ്റ് എൻഗേജിങ് ആൻഡ് ഇൻഫോർമേഷൻ കണ്ടന്റ് ലേണിംഗ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ചാറ്റ് ജി പി ടി പോയിട്ട് ഞാൻ നോർമലി ഇപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് ഐ നീഡ് ഹെൽപ്പ് ഇൻ കേട്ടോ, ഇത് മാത്രമാണ് ഞാൻ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് മാത്രം ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടും ഇനി ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് കോപ്പി ചെയ്തു കണ്ടോ, ഇത് കൊടുക്കുന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നോക്കിയോ കണ്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൊടുത്ത ഡീറ്റെയിലിനേക്കാളും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കണ്ടോ. ഐ വാണ്ട് ടു ആക്ട് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, യു നീഡ് ടു ക്രിയേറ്റ് എൻഗേജ് ഇൻഫർമേഷൻ ലേണിംഗ് മെറ്റീരിയൽ ഈ ബുക്ക് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ ആ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ മിഡ് ജേണിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല ഇമേജസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ പ്രോംപ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മിഡ് ജേണിയുടെ പ്രോംപ്റ്റ്സ് ഉണ്ട് കണ്ടോ. ഇതിൽ ഞാൻ പോയിട്ട് കണ്ടോ, ഇവിടെ നമ്മൾ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കി കണ്ടോ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ക്രിയേറ്റ് ഒരു ഇതുപോലത്തെ ഒരു ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കൊടുക്കുക, സൗത്ത് അമേരിക്കൻ ബ്ലാക്ക് വുമൺ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് പോലെ ആയിരിക്കില്ല ഈ കിട്ടുന്നതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട്. ഇത് രണ്ടും നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെയുള്ള വെബ്സൈറ്റാണ് നമ്മൾ ഈ പറയുന്ന ചാറ്റെക്സ്, അതുപോലെ തന്നെ ലെക്സിക്ക, അതുപോലെ ഫ്ലോ ജി പി ടി, ഇതെല്ലാം നമ്മൾക്ക് ഇതുപോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കുറേ പ്രോംപ്റ്റ്സ് നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്ത് നിങ്ങൾ ഇനി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മിഡ് ജേണി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രോംപ്റ്റ്സും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ടിൽ വ്യത്യാസം കാണാൻ പറ്റും. എന്തായാലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളതും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ജനറേറ്റീവ് മോഡൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും അറിയിക്കുക.